ഏഷ്യാനെറ്റ് പുതിയ പ്രോമോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. രേണുവും അഭിലാഷും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രേണുവിന് തലവേദന ഇല്ല എന്ന് അത് അഭിനയമാണ് എന്നുമാണ് അഭിലാഷ് വാദിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന പോകുന്ന മായാജാലം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ശരത്ത് പറയുന്നത്. എന്നാൽ തനിക്ക് തലവേദന ഉണ്ടായതുകൊണ്ടാണ് തലവേദന എന്ന് പറഞ്ഞ് രേണുവും വാദിക്കുന്നുണ്ട്. എന്നാൽ താൻ ഉറങ്ങുന്നതിന് വേണ്ടിയാണ് തലവേദന അഭിനയിക്കുന്നത് എന്നാണ് ശരത്ത് വാദിക്കുന്നത്. എന്നാൽ ഇതൊരു മെഡിക്കൽ മിറാക്കിൾ എന്ന സർക്കാസം ഉപയോഗിച്ചാണ് അക്ബർ ഖാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്ത് തന്നെയായാലും വലിയൊരു അടി തന്നെയാണ് നടക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് രേണുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ കോമണർ ബിഗ് ബോസിനോട് മെഡിക്കൽ എമർജൻസി ആവശ്യമാണ് എന്ന് പറയുന്നതായിട്ട് അതിൽ കാണുന്നുണ്ട്. എന്നാൽ പുറത്ത് രേണു എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. എത്ര നെഗറ്റീവ് ഉണ്ടായിരുന്നാലും ബിഗ് ബോസിനകത്ത് രേണു എങ്ങനെ കളിക്കുന്നു എന്നതാണ് നമ്മൾ പ്രേക്ഷകർ നോക്കുന്നത്. എന്നാൽ പുറത്ത് രേണുവിന് നല്ല നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് തന്നെ രേണുവിനെ ടാർഗറ്റ് ചെയ്താൽ തങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് വിശ്വാസത കൊണ്ടായിരിക്കാം തുടക്കത്തിൽ തന്നെ രേണുവിനെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. ശരത്തും അഭിലാഷും അക്ബർ ഖാനും എല്ലാവരും ചേർന്ന് രേണുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും രേണു ബിഗ് ബോസിൽ എങ്ങനെ കളിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും രേണുവിന്റെ മുൻപോട്ടുള്ള ബിഗ് ബോസിലെ പ്രകടനങ്ങൾ. ലേഡീസ് കണ്ടസ്റ്റൻസ് രേണുവിനെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ പ്രോമോയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രേണുവിന്റെ പുറത്തുള്ള നെഗറ്റീവ് വെച്ച് മാക്സിമം ടാർഗറ്റ് ചെയ്ത് വോട്ട് നേടാൻ ശ്രമിക്കുകയാണ് അഭിലാഷും ശരത്തും അക്ബർ ഖാനും കൂടി ചെയ്യുന്നത് എന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി രേണുവിന്റെ അടുത്ത പ്രകടനങ്ങളെന്ന്.